സ്കീമിൽ സർക്കാരിന് തെറ്റുപറ്റിയിട്ടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. അടുത്ത വർഷം എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കുന്ന നടപടിയെടുക്കും. ഒരു കോടതിക്കും തള്ളാൻ കഴിയാത്ത ഫോർമുല നടപ്പാക്കുമെന്നും മന്ത്രി. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ കാട്ടാന ശല്യം രൂക്ഷം. കാട്ടാനിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. തുടർച്ചയായി ആനക്കൂട്ടമിറങ്ങുന്നതിൽ പരിഭ്രാന്തരായ ജനങ്ങൾ. CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിലെ വിമർശനത്തിന് മറുപടിയുമായി ധനമന്ത്രി KN ബാലഗോപാൽ. എല്ലാ വകുപ്പുകൾക്കും ഒരേപോലെയാണ് പണം അനുവദിക്കുന്നതെന്ന് ധനമന്ത്രി. വെള്ളിക്കുളങ്ങരയിൽ ആഫ്രിക്കൻ ഒച്ചുശല്യം രൂക്ഷം. ഒച്ചുശല്യം പരിഹരിക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ. മികച്ച സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് കുടുംബശ്രീയും കേരള വിഷനും സംയുക്തമായി നൽകുന്ന പുരസ്കാരങ്ങളുടെ വിതരണം ഇന്ന്. ചടങ്ങ് വൈകിട്ട് 4:30 പുഴയ്ക്കൽ വെഡ്ഡിംഗ് വില്ലേജിൽ. മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. മെഡിക്കൽ കോളേജ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് റോഡിൽ ഓട്ടോ മറിഞ്ഞ അപകടം. യാത്രക്കാർക്ക് പരിക്കേറ്റു. അന്നകര ചിറക്കലിൽ നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് ദമ്പതികൾക്ക് പരിക്ക്. വാർത്തകളിലേക്ക് വിശദമായി. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയായ കീമിൽ സർക്കാരിന് തെറ്റൊന്നും പറ്റിയിട്ടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. ഇപ്പോൾ നടക്കുന്നത് തെറ്റായ പ്രചാരണമാണ്. കേരള സിലബസിലെ എല്ലാ കുട്ടികൾക്കും നീതിയും തുല്യതയും ഉറപ്പുവരുത്താൻ കഴിയുന്ന ഫോർമുലയാണ് സർക്കാർ അംഗീകരിച്ചത്. അത് കോടതിയാണ് റദ്ദാക്കിയത്. കുട്ടികൾ പുറന്തള്ളപ്പെട്ടതിൽ അനീതി ഉണ്ടായിട്ടുണ്ട്. അടുത്ത വർഷം എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കുന്ന നടപടിയെടുക്കും. ഒരു കോടതിക്കും തള്ളാൻ കഴിയാത്ത ഫോർമുല നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ രീതിയിലുള്ള ഡിസ്പാരിറ്റി സംഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായി. അപ്പം അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും നീതിയും തുല്യതയും ഉറപ്പുവരുത്താൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഫോർമുലയാണ് സർക്കാർ അംഗീകരിച്ചത്. അതിനെ തുടർന്ന് അത് കോടതിയിൽ സിംഗിൾ ബെഞ്ച് അത് റദ്ദ് ചെയ്യുകയുണ്ടായി. അപ്പീൽ കൊടുത്തു. മേൽക്കോടതിയും സിംഗിൾ ബെഞ്ചിൻ്റെ വിധി ശരിവെക്കുകയാണ് ഉണ്ടായത്. അപ്പം തുടർന്ന് ഇനി AICTEയുടെ സമയക്രമം പാലിച്ച് അഡ്മിഷൻ നടത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് 2012 മുതൽ തുടർന്നു പോരുന്ന അതേ സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സ് ഉപയോഗിച്ച് ലിസ്റ്റ് തയ്യാറാക്കി അത് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത്. ഇതിൽ ഇപ്പോൾ സംസ്ഥാന ബോർഡിൻ്റെ കീഴിൽ പഠിച്ച കുട്ടികൾക്ക് പ്രയാസമുണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനമാണ് എന്ന രീതിയിലുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണ്. കാരണം സംസ്ഥാന സർക്കാർ എടുത്ത തീരുമാനം ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിച്ചില്ലല്ലോ. നേരത്തെ നിലവിൽ നിന്നിരുന്ന ആ സ്റ്റാൻഡർഡൈസേഷൻ പ്രക്രിയയാണ് ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ ക്യാബിനറ്റ് കൂടി ആ തീരുമാനം എടുത്തിരുന്നില്ലെങ്കിൽ ആ ഫോർമുല തന്നെയാണല്ലോ അപ്ലിക്കബിൾ ആവുക. അപ്പം അതുകൊണ്ട് കേരള ഗവൺമെൻറ് ഇപ്പോൾ എടുത്ത ഒരു തീരുമാനം കീം റിസൾട്ടിനെ ഇപ്പോൾ ബാധിച്ചിട്ടേ ഇല്ല. കാരണം അത് നൾ ആൻഡ് വോയിഡ് ആയ പോലെ ആയല്ലോ. അത് കോടതി പറ്റില്ല എന്ന് പറഞ്ഞതോടുകൂടി വീണ്ടും നമുക്ക് പഴയ പ്രോസസ്സിലേക്ക് തിരിച്ചു പോയിട്ടാണ് ഇപ്പോൾ ലിസ്റ്റ് വന്നത്. ഇപ്പോൾ കുട്ടികൾ പുറന്തള്ളപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിൽ അനീതിയുണ്ട് എന്ന് ഇപ്പോൾ പ്രകടമായിട്ടുണ്ടല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത വർഷം എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാവുന്ന നിലയിൽ തന്നെ ഈ പ്രോസ്പെക്ടസ് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ വീണ്ടും കാട്ടാനിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. മരോട്ടിച്ചാൽ സ്വദേശി പറപ്പുള്ളിത്തറയിൽ സോമന്റെ കൃഷിയിടത്തിലാണ് കാട്ടാനിറങ്ങിയത്. ഓണവിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്ത നേന്ത്രവാഴകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. പകുതി മൂപ്പായതും കുലവെട്ടാറായതുമായ നിരവധി നേന്ത്രവാഴകളാണ് ആന ചവിട്ടിമെതിച്ചത്. കൃഷിസ്ഥലത്തേക്ക് ആന എത്താതിരിക്കാൻ പ്രദേശത്ത് വൈദ്യുതി വേലി ഉണ്ടെങ്കിലും അത് മറികടന്നാണ് കാട്ടാനക്കൂട്ടം കൃഷിയിടത്തിലെത്തിയത്. ഏതാനും നാളുകൾക്ക് ശേഷം പ്രദേശത്ത് വീണ്ടും കാട്ടാന ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിലെ വിമർശനത്തിന് മറുപടിയുമായി ധനമന്ത്രി KN ബാലഗോപാൽ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ വകുപ്പുകൾക്കും ഒരേപോലെയാണ് പണം അനുവദിക്കുന്നത്. കൂടുതൽ പണം വേണ്ട വകുപ്പുകൾക്ക് അങ്ങനെയും അനുവദിക്കും. സർക്കാരിന് കൂട്ടായ ഉത്തരവാദിത്വമുണ്ട്. ഇടതു പാർട്ടികളുടെ സമ്മേളനങ്ങളിൽ വിമർശനം സ്വാഭാവികമാണെന്നും മന്ത്രി പറഞ്ഞു. CPI വകുപ്പുകൾക്ക് ധനമന്ത്രി പണം അനുവദിക്കുന്നില്ല എന്നായിരുന്നു ജില്ലാ സമ്മേളനത്തിലെ പൊതുചർച്ചയിലെ വിമർശനം. എല്ലാ വകുപ്പുകൾക്കും ഒരേപോലെയാണ് എന്ന് മാത്രമല്ല, ഏറ്റവും അത്യാവശ്യമുള്ള ചില വകുപ്പുകളുണ്ട്. ഇങ്ങനെ നമുക്ക് ആവശ്യത്തിലധികം അതിന് അധികം പണം കൊടുക്കേണ്ടി വരും. ഉദാഹരണം
ജലജീവന് ബഡ്ജറ്റ് വെച്ചത് കഴിഞ്ഞ 5 വർഷമായിട്ട് ബഡ്ജറ്റ് വെച്ചതിനേക്കാളും ഇരട്ടിയിലധികം വരും. എഡ്യൂക്കേഷന് ഇപ്പോൾ ഇന്ന് നിങ്ങൾ പത്രത്തിൽ കണ്ടു കാണും, കേന്ദ്ര ഗവൺമെന്റ് പണം തരാനുള്ളത് തരുന്നില്ല. ഇപ്പോൾ SSK അതുപോലെ സ്പെഷ്യൽ ടീച്ചർ പണം തരുന്നില്ല. പണം തന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ അധ്യാപകരെ പറഞ്ഞുവിടാൻ പറ്റും, ശമ്പളം കൊടുക്കാതിരിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾക്ക് നമ്മൾ അധികം കൊടുക്കേണ്ടി വരും. ഇപ്പം കാരുണ്യം 700 കോടിയാണ് സാധാരണ നമ്മൾ ഈ മെഡിക്കൽ മരുന്നൊക്കെ മേടിക്കാൻ ഇൻഷുറൻസ്, കാരുണ്യ ഇൻഷുറൻസ് വരും. 1400 കോടിയൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത്, അതിനൊക്കെ പ്രാവശ്യം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും. പക്ഷേ എല്ലാ മേഖലയിലും ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ചുമതല ഏറ്റെടുക്കുന്ന 1ാം പിണറായി സർക്കാർ കഴിഞ്ഞ് 2ാം പിണറായി സർക്കാർ വരുമ്പോൾ ഞങ്ങളെല്ലാം കളക്റ്റീവായിട്ട് ഈ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് അന്ന് 1,15,000 കോടിയാണ് ഒരു വർഷം ശരാശരി ചെലവാണ്. ഇപ്പോൾ അത് 1,70,000 കോടിയാണ്. ഈ വർധന എല്ലാവർക്കും ആനുപാതികമായാലും നമ്മൾ നോക്കിയാൽ എല്ലാ സ്ഥലത്തും നടക്കുന്ന വികസന കാര്യങ്ങൾ. പക്ഷെ ഇതെല്ലാം വരുമ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 50,000-ലധികം കോടി രൂപ ഒരു വർഷം നമുക്ക് കുറച്ചിട്ടുണ്ട് എന്നുള്ള കണക്ക്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നിയമസഭയിൽ വെച്ച കണക്ക്, അക്കൗണ്ടന്റ് ജനറലിന്റെ കണക്ക്, ഇതെല്ലാം അനുസരിച്ചാണ് ഞങ്ങളത് ഒരുമിച്ച് ഫൈറ്റ് ചെയ്ത് കളക്റ്റീവായിട്ട് ഈ കാര്യം കൊണ്ടുപോവാണ്. പിന്നെ അതുകൊണ്ട് പൊതുവിലുള്ള ഉത്തരവാദിത്വം എല്ലാവരും ഏറ്റെടുക്കുന്ന കാര്യമാണ്, അല്ലാതെ വേറെ വ്യത്യസ്തമായ കാര്യമില്ല. ഏതായാലും ചർച്ചകൾ വന്നതൊക്കെ നിങ്ങൾ പറയുന്നതാണ്. അങ്ങനെ എല്ലാ കമ്മിറ്റിക്കും, ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റികൾക്കകത്ത് ഒരുപാട് വിമർശനങ്ങൾ ഓരോന്നിനെ പറ്റി വിമർശനമില്ലാതെ പിന്നെ ഏത് പാർട്ടികളില്ല, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളില്ല. അത് വേറെ തരത്തിലുള്ള വിമർശനമല്ല. അടിയന്തരാവസ്ഥയെ ആദ്യം അനുകൂലിച്ചും പിന്നെ തള്ളി പറഞ്ഞു. ശശി തരൂർ പറയുന്നത് പോലെ രാഷ്ട്രീയ പ്രശ്നങ്ങളല്ലോ. എല്ലാ പാർട്ടി കമ്മിറ്റിക്കകത്തും സമ്മേളനത്തിനകത്തും അതത് പാർട്ടിയുടെ പ്രവർത്തനങ്ങളും പൊതുവിൽ മുന്നണിയുടെ പ്രവർത്തനങ്ങളും ഒക്കെ സംബന്ധിച്ച ചർച്ചകളും സ്വാഭാവികമാണ്. ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യത്താൽ വലയുകയാണ് വെള്ളിക്കുളങ്ങര പ്രദേശം. കൃഷിയിടങ്ങളിലും വീടുകളുടെ പരിസരത്തും ഒച്ചുകളെ കാണപ്പെടുന്നത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവയാണ് ആഫ്രിക്കൻ ഒച്ചുകൾ. വേലിപ്പടർപ്പിലും വഴിയോരത്തുമാണ് ഇവിടെ ആദ്യം ആഫ്രിക്കൻ ഒച്ചുകളെ കണ്ടത്. എണ്ണത്തിലും ഇവ കുറവായിരുന്നു. പിന്നീട് ഒച്ചുകളെ വീടിന്റെ പരിസരത്തും മരങ്ങളിലും കാണപ്പെടാൻ തുടങ്ങി. ശ്രദ്ധിച്ചില്ലെങ്കിൽ വീടിനുള്ളിലേക്കും ഇവ ഇഴഞ്ഞെത്തുന്ന അവസ്ഥയായി. കല്ല്, സിമന്റ് എന്നിവ തിന്നുന്ന സ്വഭാവക്കാരായതിനാൽ വീടുകളുടെ ഭിത്തിക്കും മതിലിനും ആഫ്രിക്കൻ ഒച്ചുകൾ കേടുവരുത്തും. ഇലകളും കിഴങ്ങുകളും ആഫ്രിക്കൻ ഒച്ചുകളുടെ ഇഷ്ടഭക്ഷണമായതിനാൽ കർഷകർക്കും കാർഷിക വിളകൾക്കും ഇവയുടെ വ്യാപനം ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. ഒച്ചുകൾ പുറപ്പെടുവിക്കുന്ന സ്രവം ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നതിനാൽ മേഖലയിലെ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം പരിഹരിക്കാൻ നടപടിയെടുക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ഉപ്പ്, തുരിശ് ലായനികൾ തളിച്ച് ഒച്ചുകളെ കൊന്നൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവയുടെ എണ്ണം പെരുകി വരുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. TCV ന്യൂസ്, കൊടകര. കുടുംബശ്രീയും കേരള വിഷനും സംയുക്തമായി നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് വിതരണ ചടങ്ങ് ഇന്ന് തൃശൂർ പുഴയ്ക്കൽ വെഡ്ഡിംഗ് വില്ലേജിൽ നടക്കും. വൈകിട്ട് 4:40 ആരംഭിക്കുന്ന ചടങ്ങ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിക്കും. റവന്യൂ മന്ത്രി കെ രാജൻ, MLA-മാരായ P ബാലചന്ദ്രൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, KK രാമചന്ദ്രൻ, സനീഷ് കുമാർ ജോസഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് എന്നിവർ ജേതാക്കൾക്കുള്ള പുരസ്കാരം നൽകും. ഇതോടൊപ്പം കേരള വിഷൻ വരിക്കാർക്കായി തൃശൂർ കേരള വിഷൻ ഒരുക്കിയ കേരള വിഷൻ സമ്മാനോത്സവ് 2025 വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്യും. മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് നൽകുന്ന പുരസ്കാരങ്ങളുടെ തൃശൂർ ജില്ലയിലെ വിതരണോദ്ഘാടനമാണ് ഇന്ന് നടക്കുക. മെഡിക്കൽ കോളേജ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് റോഡിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് അപകടം. യാത്രക്കാർക്ക് പരിക്കേറ്റു. എതിരെ വന്നിരുന്ന ലോറിയെ കണ്ട് വെട്ടിച്ചപ്പോൾ റോഡിലെ കുഴിയിൽ വീണ ഓട്ടോറിക്ഷ മറിയുകയായിരുന്നു. അപകടത്തിൽ ഓട്ടോറിക്ഷ ഭാഗികമായി തകർന്നു. പറപ്പൂർ അന്നകര ചിറക്കലിൽ നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്കിൽ നിന്നും വീണ് ദമ്പതികൾക്ക് പരിക്ക്. പോന്നൂർ സ്വദേശികളായ കണ്ണനായ്ക്കൽ വീട്ടിൽ ജോജി, ഭാര്യ അജി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും പറപ്പൂർ ആക്സ് പ്രവർത്തകർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത കയ്പമംഗലം പറമ്പിക്കുന്നിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായ 2 യുവാക്കൾക്ക് പരിക്കേറ്റു. കയ്പമംഗലം കാളമുറി സ്വദേശികളായ വലിയ പറമ്പിൽ ഹിദുൻ, കുമ്പളത്ത് അമൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആക്സ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു അപകടം. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്.
വീണ്ടും വാർത്തകളിലേക്ക്. ഭീഷണിപ്പെടുത്തലിലൂടെ ദേശീയ പണിമുടക്ക് നടത്തേണ്ടതുണ്ടോ എന്നും പക്വതയോടെയല്ലേ ഇത് നടത്തേണ്ടതെന്നും വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. അയ്യന്തോളിൽ നടന്ന NCP രാഷ്ട്രീയ ദ്വിദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഘടകകക്ഷികൾക്കിടയിൽ മുതലെടുപ്പിനാണ് കേരള കോൺഗ്രസിന്റെ ശ്രമമെന്ന് മന്ത്രി പറഞ്ഞു. നിൽക്കുന്ന മുന്നണിക്കെതിരെ പരസ്യ വിമർശനം പാടില്ലെന്നും LDFനെ ആദ്യം മുതൽക്കേ തള്ളിപ്പറയാത്ത പാർട്ടിയാണ് NCP എന്ന് ജോസ് കെ മാണി മറന്നുപോകരുത്. VCമാർ മുഖേന സർവകലാശാലകളെ വർഗീയവൽക്കരിക്കുകയാണ് ഗവർണറെന്നും മന്ത്രി പറഞ്ഞു. ദേശീയ താളവാദ്യോത്സവം തൃശൂരിൽ തുടരുന്നു. ഇന്ന് രാവിലെ തേരൊഴി രാമക്കുറുപ്പിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചാരി മേളത്തോടെയാണ് അരങ്ങുണർന്നത്. ഉച്ചയ്ക്ക് ശേഷം പെൺകാലങ്ങൾ എന്ന പേരിൽ വനിതാ പ്രതിഭകൾ വിവിധ താളരൂപങ്ങൾ അവതരിപ്പിക്കും. വൈകിട്ട് 5-ന് ആക്ടർ മുരളി തിയേറ്ററിൽ ബാൻഡ് വാദ്യം അരങ്ങേറും. 6 മുതൽ ബ്ലാക്ക് ബോക്സിൽ മദ്ദളം, പരിഷവാദ്യവും താളവാദ്യവും എന്നിവ അരങ്ങിലെത്തും. രാത്രി 7:45-ന് സുകന്യ രാംഗോപാലും സംഘവും ഘടതരംഗം അവതരിപ്പിക്കും. സംഗീത നാടക അക്കാദമിയിലെ റീജിയണൽ തിയേറ്ററിൽ നടക്കുന്ന ദേശീയ താളവാദ്യോത്സവം നാളെ സമാപിക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ പാലക്കാട് കേന്ദ്രീകരിച്ച് നാലമ്പല ദർശനമൊരുക്കും. തിരുവല്ലോമലയിൽ ശ്രീരാമലക്ഷ്മണന്മാരും പാലക്കാട് ജില്ലയിലെ കുഴൽമന്നത്തിനടുത്ത് പുൽപ്പരമന്തം ഭരതക്ഷേത്രവും കുത്തന്നൂർ പഞ്ചായത്തിൽ കൽക്കുളത്ത് ശത്രുഘ്ന ക്ഷേത്രവും ഉൾപ്പെടുത്തിയാണ് നാലമ്പല ദർശനമൊരുക്കുന്നത്. തിരുവല്ലോമല ക്ഷേത്രത്തിൽ ഹനുമാൻ ക്ഷേത്ര ദർശനവും നടത്താനാകും. KSRTC പാലക്കാട് ഡിപ്പോയിൽ നിന്ന് നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ സർവീസ് നടത്താൻ കത്ത് കൊടുത്തിട്ടുണ്ട്. തിരുവല്ലോമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ ദിവസവും പ്രസാദ ഊട്ടുണ്ടായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ, കമ്മീഷണർ SR ഉദയകുമാർ, സെക്രട്ടറി P. ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ K. സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. തൃശൂർ ജില്ലാ പോലീസ് സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ആദരവ് സംഘടിപ്പിച്ചു. തൃശൂർ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങ് പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ P. വാഹിദ് ഉദ്ഘാടനം ചെയ്തു. സംഘം വൈസ് പ്രസിഡന്റ് P. രാജു അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം ACP CR സന്തോഷ്, കേലോർമ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അരുൺ കരിപ്പാൽ, സംഘം സെക്രട്ടറി MS ഷീന തുടങ്ങിയവർ പങ്കെടുത്തു. സർവീസിൽ നിന്നും വിരമിച്ച സഹകാരികൾക്ക് ആദരവും SLC +2 പരീക്ഷകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കരസ്ഥമാക്കിയ സംഘത്തിലെ പോലീസുകാരുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡുകളും കായിക രംഗത്ത് മികവ് പുലർത്തിയ സേനാംഗങ്ങൾക്കുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. പല കാര്യങ്ങളും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ നിങ്ങളുടെ അച്ഛനമ്മമാരെ പോലെ തന്നെ കഴിയുന്നവരാണ് പോലീസ് ഉദ്യോഗസ്ഥർ. സമൂഹത്തിന്റെ പല കാര്യങ്ങളെയും നല്ലതും ചീത്തയുമായ പല കാര്യങ്ങളും നേരിട്ട് അനുഭവപ്പെടുന്നവരാണ് പോലീസ്. ജൈവമാലിന്യങ്ങളിൽ നിന്നും ബയോഗ്യാസ് നിർമ്മിക്കുന്നതിനായി അരിമ്പൂർ പഞ്ചായത്തിൽ സ്ഥാപിച്ച പ്ലാന്റിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷത വഹിച്ചു. കല്യാണ മണ്ഡപങ്ങൾ, കാറ്ററിംഗ് സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവയിൽ നിന്നുള്ള ജൈവമാലിന്യങ്ങൾ ബയോഗ്യാസാക്കി ഉപയോഗപ്പെടുത്തുന്നതാണ് പദ്ധതി. ഒരു ദിവസം 110 കിലോ ജൈവമാലിന്യം സംഭരിക്കാനുള്ള ശേഷി പ്ലാന്റിനുണ്ട്. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ, വൈസ് പ്രസിഡന്റ് CG സജീഷ്, സെക്രട്ടറി റെന്നി പോൾ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ VN സുർജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീതയെ തെരുവിൽ നേരിടുമെന്ന BJP നേതാവ് B. ഗോപാലകൃഷ്ണന്റെ പ്രസ്താവനയ്ക്കെതിരെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രതിഷേധ പ്രകടനം നടത്തി. അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ഷീജ ബാബു ഉദ്ഘാടനം ചെയ്തു. ബിന്ദു സന്തോഷ് അധ്യക്ഷത വഹിച്ചു. പ്രസാദിനി മോഹനൻ, PG നൈജി, രേഖാദേവി എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തിലേക്ക് തരേണ്ടതായിട്ടുള്ള പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും കിട്ടേണ്ടതായിട്ടുള്ള ഫണ്ടുകളെല്ലാം ഗ്രാന്റ് ഇനത്തിൽ കിട്ടേണ്ടതും നികുതി ഇനത്തിൽ കിട്ടേണ്ടതുമായ ഫണ്ടുകളെല്ലാം കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചപ്പോൾ അതൊന്നും കേരളത്തിലേക്ക് തരാത്തത് എന്താണ് എന്ന് ചോദിക്കാൻ തയ്യാറാകാത്തവരാണ് മുനിസിപ്പാലിറ്റിയിൽ വന്ന് ചെയർപേഴ്സണെ ആക്രമിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സംസാരം കൊണ്ടുവന്നത്. അരപതിറ്റാണ്ട് നീണ്ട സൈനിക ജീവിതത്തിന് ശേഷമുള്ള വിശ്രമ ജീവിതം കൃഷിക്കും പൊതുപ്രവർത്തനത്തിനും സമർപ്പിച്ചിരിക്കുകയാണ് കയ്പമംഗലം സ്വദേശിയായ PH അബ്ദുള്ള. 3 ഏക്കറിലുള്ള സമ്മിശ്ര കൃഷിയിലാണ് അബ്ദുള്ള സ്വന്തം കയ്യൊപ്പ് ചാർത്തിയിരിക്കുന്നത്.
കൃഷിയോട് കുട്ടിക്കാലം മുതലേ കൂട്ടുകൂടിയതാണ് അബ്ദുള്ള. മാതാപിതാക്കളായിരുന്നു ഇതിനുള്ള പ്രചോദനം. പഠന കാലഘട്ടത്തിന് ശേഷമാണ് CRPF-ൽ ചേരുന്നത്. സൈനിക കുപ്പായം അണിഞ്ഞെങ്കിലും നാട്ടിൽ അവധിക്ക് വരുമ്പോഴെല്ലാം അബ്ദുള്ള കർഷകനായി മാറും. ഇവിടെ വെള്ളത്തിൻ്റെ ഒരു പ്രതിസന്ധി ഉണ്ടാവാറില്ല. അപ്പോൾ എപ്പോഴും മത്സ്യങ്ങളെ വളർത്താൻ പറ്റിയൊരു സൈറ്റാണിത്. അപ്പോൾ അതുകൊണ്ട് ഇതിലാണ് ഇത്തിരി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നിരുന്നാലും മാടുകളും ഉണ്ട്. 250ഓളം തെങ്ങുകളുണ്ട്. പണ്ടേ ഉണ്ട്. ഞാൻ ജനിച്ച് വരുമ്പോൾ തൊട്ട് ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിനെ അതേപോലെ നിലനിർത്തി പോകുന്നു. ചിലപ്പോൾ ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് ആക്കി വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ ഒരു പ്രയത്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. കൃഷിയിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തി മികച്ച വിളവ് സ്വന്തമാക്കണമെന്ന ആഗ്രഹക്കാരനായിരുന്ന അബ്ദുള്ള കാർഷിക വിദഗ്ധരുടെ ഉപദേശങ്ങൾക്കനുസരിച്ചാണ് തന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുന്നത്. കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് കൃഷി രീതികൾ ക്രമീകരിച്ചിരിക്കുന്നത്. കൃഷിയിടത്തിലെ ജലസ്രോതസ്സുകളൊന്നും നഷ്ടപ്പെടുത്താതെ അവയെ സംരക്ഷിച്ചുകൊണ്ടുള്ള അബ്ദുള്ളയുടെ വൈവിധ്യമാർന്ന മത്സ്യസമ്പത്ത് ആരെയും ആകർഷിക്കുന്നു. നാടൻ മത്സ്യങ്ങൾ മുതൽ വിദേശ ഇനം വരെ മത്സ്യകൃഷിയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. തെങ്ങ്, നേന്ത്രവാഴ, ജാതി, സങ്കരയിനം പശുക്കൾ, ആടുകൾ, കോഴികൾ, അങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ഈ സമ്മിശ്ര കൃഷിയിടത്തിൽ. ഇതിനിടയിൽ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ PH അബ്ദുള്ള കയ്പമംഗലം പഞ്ചായത്ത് അംഗം കൂടിയാണ്. പൊതുപ്രവർത്തനവും കൃഷിയും ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകുന്നു എന്ന ചോദ്യത്തിന് ആത്മവിശ്വാസവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ കീഴടക്കാൻ കഴിയാത്തതായി ഒന്നുമില്ലെന്നാണ് അബ്ദുള്ളയുടെ മറുപടി. TCV ന്യൂസ്, കയ്പമംഗലം. ഭാരത സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കൊടുങ്ങല്ലൂർ ലോക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ചന്തപുര MIT ഹാളിൽ നടന്ന പരിപാടി കൊടുങ്ങല്ലൂർ SI കശ്യപൻ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ AEO P മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് എക്സൈസ് ഇൻസ്പെക്ടർ KM അബ്ദുൾ ജമാൽ, അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് കമ്മീഷണർ PA സെയ്ദു മുഹമ്മദ്, ജില്ലാ കമ്മീഷണർ NC വാസു, ജില്ലാ സെക്രട്ടറി ഡൊമിനിക് പാറേക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. അതിനെ പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്വം വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു ബോധവൽക്കരണ പരിപാടി നിങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ചാവക്കാട് ചേറ്റുവ ദേശീയപാതയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് UDF ഒരുമനയൂർ മണ്ഡലം കമ്മിറ്റി ദേശീയപാത ഉപരോധിച്ചു. കുറുപ്പത്ത് പള്ളിക്ക് സമീപം നടന്ന ഉപരോധ സമരം UDF കൺവീനർ KJ ചാക്കോ ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ KV അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. K അഷിത, നസീർ മൂപ്പിൽ, ലീന സജീവൻ, നഷ്റ മുഹമ്മദ്, നൂർജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. കളഞ്ഞുകിട്ടിയ ബാഗ് തിരിച്ചു നൽകി ഓട്ടോ ഡ്രൈവർ മാതൃകയായി. പൊന്നനം സ്വദേശി ദേവിക്കാണ് പണവും രേഖകളും തിരികെ കിട്ടിയത്. ബാങ്കിൽ നിന്നും 40,000 രൂപയും രേഖകളുമായി സ്കൂട്ടറിൽ പോകുന്ന വഴിയിൽ ബാഗ് നഷ്ടപ്പെട്ടു. ഓട്ടോ ഡ്രൈവറായ കരാഞ്ചിറ സ്വദേശി ചിറ്റിലപ്പള്ളി വീട്ടിൽ ജോർജിനാണ് റോഡിൽ നിന്നും ബാഗ് ലഭിച്ചത്. ഉടൻ തന്നെ കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ ബാഗ് ഏൽപ്പിച്ചു. കാട്ടൂർ ഇൻസ്പെക്ടർ ER ബൈജു, സബ് ഇൻസ്പെക്ടർ P ബാബു, ജോർജ് എന്നിവരുടെ സാന്നിധ്യത്തിൽ സ്റ്റേഷനിൽ വെച്ച് ഉടമയ്ക്ക് ബാഗ് കൈമാറി. പട്ടിക്കാട് സെന്റ് അൽഫോൺസ പബ്ലിക് സ്കൂളിൽ സ്റ്റുഡൻസ് കൗൺസിൽ പ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പ് നടത്തി. സ്കൂൾ മാനേജർ ഫാദർ തോമസ് വടക്കൂട്ട് വോട്ടിംഗ് സാമഗ്രികൾ അധ്യാപകർക്ക് കൈമാറി. ബാലറ്റ് പേപ്പർ തയ്യാറാക്കിയും പോളിംഗ് ബൂത്ത് സജ്ജീകരിച്ചും കയ്യിൽ മഷി പുരട്ടിയും ജനാധിപത്യ രീതിയിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് കുട്ടികളിൽ കൗതുകമുണർത്തി. പ്രിൻസിപ്പൽ ബാബു ജോസഫ് തട്ടിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്നു. അധ്യാപകരായ K കവിത, OE ജെസ്സി, PS ശ്യാമ, പ്രിൻസി ഫ്രാൻസിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലത്തിലെ SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയവരെയും +2 പരീക്ഷയിൽ 90% മാർക്ക് നേടിയവരെയും 2020 പാർട്ടി ആദരിച്ചു. പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് ചാർലി പോൾ ഉദ്ഘാടനം ചെയ്തു. 2020 നിയോജകമണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് ജോർജ് അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം ബെന്നി ജോസഫ്, പ്രൊഫസർ സാം തോമസ്, സണ്ണി പള്ളിപ്പാട്ട്, ലിസി ഡേവിസ് എന്നിവർ സംസാരിച്ചു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്ഷിതാക്കൾക്ക് സ്മാർട്ട് പാരന്റിംഗ് ശില്പശാല സംഘടിപ്പിച്ചു. കരിയർ ട്രെയിനർ സിനി രാജേഷ് ക്ലാസ് നയിച്ചു. PTA പ്രസിഡന്റ് TS മനോജ് കുമാർ, ഹെഡ്മാസ്റ്റർ T അനിൽകുമാർ, സ്റ്റാഫ് സെക്രട്ടറി P ബിജു, അധ്യാപകരായ CC രേഖ, ജൂലി ജോർജ് എന്നിവർ സംസാരിച്ചു. പാമ്പാടി വില്വാദ്രി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലേക്ക് സ്റ്റീൽ ബെഞ്ചുകളും വീൽ ചെയറും നൽകി. ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ നേതൃത്വത്തിൽ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് കുമാർ ചീരാത്ത് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ലക്ഷ്മി പ്രിയ, ട്രഷറർ T ബാലകൃഷ്ണൻ, രാംകുമാർ പല്ലക്കാട്ട്, S രാമദാസ്, ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും 5 ദിവസം കൂടി മഴ ശക്തമായി തുടരും. ഇന്ന് തൃശൂർ ഉൾപ്പെടെ 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. തൃശൂരിൽ നാളെയും മറ്റന്നാളും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിൽ 40 മുതൽ 50 വരെ കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. അതേസമയം കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കില്ല.
പറപ്പൂർ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി പ്രതിഭകളെ ആദരിച്ചു. തൃശൂർ സബ് കളക്ടർ അഖിൽ വി മേനോൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PT ജോസഫ് അധ്യക്ഷത വഹിച്ചു. തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി, ഷീന വിൽസൺ, സ്കൂൾ മാനേജർ ഫാദർ സിബി പുത്തൂർ, പ്രിൻസിപ്പൽ ഡെൻസി ജോൺ, ഹെഡ്മാസ്റ്റർ AV ജോളി തുടങ്ങിയവർ സംസാരിച്ചു. അവരുടെ ഒരു പ്രയത്നം ഇതിന് പിന്നിൽ വളരെയധികം. തൃശൂർ മാർത്തോമ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിജയോത്സവം മുൻ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ സജു ചാക്കോ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ കൗൺസിലർ സിന്ധു ആൻഡോ ചാക്കോള, മാനേജ്മെന്റ് കമ്മിറ്റി അംഗം നവീൻ ജോർജ്, സ്റ്റാഫ് സെക്രട്ടറി സൽമ സെബാസ്റ്റ്യൻ, പ്രിൻസിപ്പൽ റിൻസ് പി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപകരായ ഗ്രേസ് വർഗീസ്, ലക്ഷ്മി PB എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വായനാ മാസാചരണത്തിന്റെ ഭാഗമായി PN പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ ചാപ്റ്ററും ചന്ദ്രാപിന്നി ഹൈസ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യ വേദിയും ചേർന്ന് ലഹരിക്കെതിരെ സംഗീത നൃത്ത ശില്പം സംഘടിപ്പിച്ചു. മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ നൌഷാദ് പാട്ടുകുളങ്ങര ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ KS കിരൺ, പ്രിൻസിപ്പാൽ PK ശ്രീജിഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജൂനിയർ റെഡ് ക്രോസ് റവന്യൂ ജില്ലാ കൗൺസിലേഴ്സ് മീറ്റ് തൃശൂർ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. IRCS തൃശൂർ ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് MS അനിൽകുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മിസ്ട്രസ് PK ബിന്ദു പ്രവർത്തന കലണ്ടർ പ്രകാശനം ചെയ്തു. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ജില്ലാ ഭരണകൂടവും വനിതാ ശിശു വികസന വകുപ്പും കനൽ ഇന്നൊവേഷൻസും സംയുക്തമായി പേരന്റ് അപ്പ് ക്യാമ്പയിന് തുടക്കം കുറിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് സ്കൂളിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. രക്ഷിതാക്കൾക്കുള്ള പ്രത്യേക പരിശീലന പരിപാടിയാണ് പേരന്റ് അപ്പ് ക്യാമ്പയിൻ. കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ മുഖ്യാതിഥിയായിരുന്നു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കീമിൽ സർക്കാരിന് തെറ്റുപറ്റിയിട്ടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു. അടുത്ത വർഷം എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കുന്ന നടപടിയെടുക്കും. ഒരു കോടതിക്കും തള്ളാൻ കഴിയാത്ത ഫോർമുല നടപ്പാക്കുമെന്നും മന്ത്രി. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ കാട്ടാന ശല്യം രൂക്ഷം. കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. തുടർച്ചയായി ആനക്കൂട്ടമിറങ്ങുന്നതിൽ പരിഭ്രാന്തരായ ജനങ്ങൾ. CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിലെ വിമർശനത്തിന് മറുപടിയുമായി ധനമന്ത്രി KN ബാലഗോപാൽ. എല്ലാ വകുപ്പുകൾക്കും ഒരേപോലെയാണ് പണം അനുവദിക്കുന്നതെന്ന് ധനമന്ത്രി. വെള്ളിക്കുളങ്ങരയിൽ ആഫ്രിക്കൻ ഒച്ചുശല്യം രൂക്ഷം. ഒച്ചുശല്യം പരിഹരിക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ. മികച്ച സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് കുടുംബശ്രീയും കേരള വിഷനും സംയുക്തമായി നൽകുന്ന പുരസ്കാരങ്ങളുടെ വിതരണം ഇന്ന്. ചടങ്ങ് വൈകിട്ട് 4:30 പുഴയ്ക്കൽ വെഡ്ഡിംഗ് വില്ലേജിൽ. മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. മെഡിക്കൽ കോളേജ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് റോഡിൽ ഓട്ടോ മറിഞ്ഞ അപകടം. യാത്രക്കാർക്ക് പരിക്കേറ്റു. അന്നകര ചിറക്കലിൽ നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ ദമ്പതികൾക്ക് പരിക്ക്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.